നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 17 പേർക്ക് പരിക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമരത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച പുനരാരംഭിച്ചത്. 15 വയസ്സുകാരി വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ ദേവസി മകൻ അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് അന്യാസ്ഥയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന ആരോപണം. SFI പ്രവർത്തകർ കുന്നംകുളം MJD സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തും. ഗുരുവായൂർ മാവിൻ ചുവട് KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. KSRTC ഡ്രൈവർ പിറവം സ്വദേശി വാണിനിരപ്പിൽ അഭിലാഷ്, കണ്ടക്ടർ പിറവം കോട്ടപ്പുരയിടത്തിൽ അനു, ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ആലപ്പുഴ സ്വദേശി ജിതിൻ. ഈ ബസ്സിലെ യാത്രക്കാരും ചേർത്തല സ്വദേശികളുമായ ആലക്കുന്ന് കോളനിയിൽ ശിശിര, ലാലൻ, രതീഷ്, മിഥുൻ, സുനിത, ശ്യാം, സുജാത, ആർദ്ര, ശ്രീഹരി, നാജിമോൻ, വിദ്യ, വിവി, നാസില, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ആലപ്പുഴയിൽ നിന്ന് പളനിയിലേക്ക് പോകും വഴി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു പോകുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റുമാണ് രാവിലെ 9:15 കൂട്ടിയിടിച്ചത്. മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ വലതുവശത്തേക്ക് തിരിച്ചയുടൻ മിനി ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്ന് KSRTC ഡ്രൈവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയുടെയും ആക്സിന്റെയും ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലുമാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NK അക്ബർ MLA-യുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. നവീകരണ പ്രവർത്തികൾക്കായി MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമരത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് വ്യാഴാഴ്ച മുതൽ പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച കൂനമൂച്ചിയിലെ ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടന്നു. 7 പേരാണ് ടെസ്റ്റിനായി എത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റായ സാരഥിയുടെ സെർവർ തകരാറിലായതിനെ തുടർന്ന് ഉച്ചയോടെയാണ് ടെസ്റ്റുകൾ ആരംഭിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സജിൻ, കിഷോർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷീബ എന്നിവർ ടെസ്റ്റുകൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 14 ദിവസത്തിന് ശേഷമാണ് ടെസ്റ്റ് പുനരാരംഭിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാന വ്യാപകമായി സമരത്തിനിറങ്ങിയത്. 30 ടെസ്റ്റുകളായി പരിമിതപ്പെടുത്തിയ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നതിനും ഒരു MVI ഉദ്യോഗസ്ഥൻ ഉള്ള സ്ഥലത്ത് 40 ടെസ്റ്റ് നടത്തുന്നതിനും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു. 2 ഉദ്യോഗസ്ഥർ ഉള്ളിടത്ത് 80 ടെസ്റ്റ് നടക്കും. ടെസ്റ്റിൽ എടുക്കലാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം റോഡ് ടെസ്റ്റും നടന്നു. ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ. ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് സജ്ജമാക്കും. 2 വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് M80 വാഹനങ്ങൾ ഒഴിവാക്കും. ഇതിനായി 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് കാലിൽ ഗിയറുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായും മാറും. ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 നിന്ന് 18 വർഷമായി ഉയർത്താനും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തീരുമാനമെടുത്തിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പരിശീലന ഫീസ് ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കുന്നതിനും മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ തകരാറ് പരിഹരിക്കുന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരും ദിവസങ്ങളിൽ പൂർവ്വസ്ഥിതിയിലാകും. ഇതോടെ ടെസ്റ്റിനായി ആയിരക്കണക്കിന് ആളുകളുടെ കാത്തിരിപ്പിന് വിരാമമാകും. CCTV ന്യൂസ്, കേച്ചേരി.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. വൈശാഖ മാസത്തിലെ 30 വ്യാഴാഴ്ചയായതാണ് തിരക്കേറാൻ കാരണമായത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. തിരക്ക് കണക്കിലെടുത്ത് ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. ശയന പ്രദർശനത്തിനും ചുറ്റമ്പല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ 2.5 മണിക്കൂർ വൈകി. തിരക്കേറിയതോടെ വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കാനും തിരക്കായിരുന്നു. 2,25,150 രൂപയുടെ നെയ്വിളക്ക് ഭക്തർ ഷീട്ടാക്കി. 60 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 343 കുട്ടികൾക്ക് ചോറും നൽകി. 74,37,250 രൂപയാണ് വ്യാഴാഴ്ച വഴിപാടിനത്തിൽ മാത്രമായി ദേവസ്ഥന് ലഭിച്ചത്. ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന ആരോപണം. SFI പ്രവർത്തകർ കുന്നംകുളം MJD സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം MJD സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്നു നടന്ന പൊതുയോഗം SFI ജില്ലാ പ്രസിഡന്റ് വിഷ്ണു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാളവിക അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശ്യാംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത്, വൈസ് പ്രസിഡന്റ് പ്രണവ്, ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. എന്നാൽ കുട്ടിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകാൻ കഴിയില്ലെന്നും കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒപ്പം വന്ന രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും MJD സ്കൂൾ പ്രധാനാധ്യാപകൻ അറിയിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം പ്രിൻസിപ്പൽ ഇൻസ്പെക്ടർ ജിഷിൽ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജ്യോതി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിക്ക് LP പഠനത്തിന് ശേഷം അപ്പർ പ്രൈമറിയിലേക്ക് പ്രവേശനം തേടി വന്ന മാതാവിനാണ് ദുരനുഭവമുണ്ടായതായി ആരോപണമുയർന്നത്. പ്രവേശനം നൽകില്ലെന്ന് നേരിട്ട് പറയാതെ വിഷയത്തിലുള്ള നീരസം വിദ്യാലയ അധികൃതർ പ്രകടിപ്പിച്ചുവെന്നാണ് ആക്ഷേപം. ഇതോടെ അഭിഭാഷകയും സാഹിത്യകാരിയുമായ കുട്ടിയുടെ മാതാവ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് വൈറലായി. നിരവധി പേർ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തുവന്നു. ഈ സാഹചര്യത്തിലാണ് SFI വിദ്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. CCTV ന്യൂസ് കുന്നംകുളം. മാലിന്യമുക്ത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങിയ എരുമപ്പെട്ടി പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മാലിന്യം നിക്ഷേപിക്കുവാനായി വൃത്തി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. 18 വാർഡുകളിലെയും പൊതുസ്ഥലങ്ങൾ, പ്രധാന സെന്ററുകൾ, പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുക. പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഒരു ബോട്ടിൽ ബൂത്തിന് 10,000 രൂപയാണ് ചിലവ്. ഇത്തരത്തിലുള്ള 100 ബോട്ടിൽ ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കും. 10 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിക്കുക. ആഡ്കോ കമ്പനിയാണ് ബോട്ടിൽ ബൂത്തുകൾ നിർമ്മിച്ച് നൽകുന്നത്. എല്ലാ മാസവും ഹരിതകർമ്മ സേനാംഗങ്ങളെത്തി മാലിന്യം ശേഖരിക്കും. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കുന്നംകുളത്ത് ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. മലങ്കര ആശുപത്രിയിലെ ക്യാന്റീൻ നടത്തുന്ന മരത്തങ്കോട് സ്വദേശി ശേഖരത്തെ വീട്ടിൽ 43 വയസ്സുള്ള അനിലിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 9:30 അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷിമോൻ ബസിന്റെ പുറകിൽ ഒമിനി വാൻ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒമിനി വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. സ്ഥലത്തെത്തിയ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ വിഷ്ണുവിന്റെയും മറ്റ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാനിന്റെ മുൻവശം തകർത്താണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത്. തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മെഗാ ഉറവിട നശീകരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ വിഷയാവതരണം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ടെസ്സി ഫ്രാൻസിസ്, സൈബുന്നീസ ഷർഫു എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിച്ച കേസിൽ 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ 19 വയസ്സുള്ള അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് അന്യാസ്ഥയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ഇതിനു പുറമെ മറ്റു വകുപ്പുകളിൽ 15 വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കാത്ത പക്ഷം 2 വർഷവും 4 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. 2022 കേസിനാസ്പദമായ സംഭവം. അതിജീവിതയുടെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്.
പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ CPO സൗമ്യ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ SI രതീഷ് കേസ് രജിസ്റ്റർ ചെയ്തു. SI റിജിക്കുട്ടി, ഇൻസ്പെക്ടർ രമേശ് എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും 15 സാക്ഷികളെ വിസ്തരിക്കുകയും 15 രേഖകളും 4 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. CPOമാരായ S സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം ലോറി ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. അതിഥി തൊഴിലാളി ബംഗാൾ സ്വദേശി ഗൗരംഗ ഗോറയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 7:00 അപകടം. പരിക്കേറ്റയാളെ ഗുരുവായൂർ തപസ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നട്ടെല്ലിന് പൊട്ടലുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറന്നൂരിൽ മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പൊട്ടിവീണു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പാറന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്ത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ വാഹനത്തിന് മുകളിലേക്ക് പൊട്ടിവീണത്. പാറന്നൂരിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്നതിനായി കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ പൊട്ടിവീണിട്ടുള്ളത്. ട്രാക്ടർ, ടാറ്റാ സുമോ, പെട്ടിയോട്ടോ എന്നീ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ പതിച്ചത്. ബദാം, പൂമരം എന്നിവയുടെ കടഭാഗം ദ്രവിച്ചതിനെ തുടർന്നാണ് നിലംപൊത്തിയത്. പൂമരം ട്രാക്ടറിന്റെയും ടാറ്റാ സുമയുടെയും മുകളിലേക്ക് പതിച്ചപ്പോൾ ബദാം മരം പെട്ടിയോട്ടയുടെ മുകളിലേക്കും വീഴുകയായിരുന്നു. മരം വീണതിനെ തുടർന്ന് ടാറ്റാ സുമോ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വർക്ക്ഷോപ്പിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച മറ്റു വാഹനങ്ങളും സമീപത്തായി പാർക്ക് ചെയ്തിരുന്നു. അപകടം സംഭവിച്ചത് പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവാവുകയായിരുന്നു. മരങ്ങൾ വീണതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സെക്രട്ടറി KE ഉണ്ണി എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. സമീപത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറ്റു മരങ്ങൾ ഭാഗികമായി മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ മരങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. CCTV ന്യൂസ്, കേച്ചേരി. പഴനി ഹൈസ്കൂളിന് സമീപത്തുള്ള സെന്റ് ഗ്രിഗോറിയോസ് റോഡിലെ വെള്ളക്കെട്ടിന് ശമനമായില്ല. കഴിഞ്ഞ മഴക്കാലത്തും റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി റോഡിന്റെ ഒരു വശത്ത് മെറ്റൽ വിരിച്ചിരുന്നു. ഇതോടെ വെള്ളക്കെട്ട് റോഡിന്റെ മറ്റൊരു വശത്തേക്ക് മാറി. റോഡ് ഉയർത്തി വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയ്നൂരിൽ നിന്ന് ജെറുസലേം അരുവായി ഭാഗത്തേക്ക് എളുപ്പത്തിൽ പോകാവുന്ന റോഡാണിത്. വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ പോകുമ്പോൾ ചെളി തെറിക്കുന്നതും പ്രശ്നമാകുന്നുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി തൃക്കൊടിയേറ്റ് നടത്തി. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഏകാദശി ഉത്സവത്തിന് ബുധനാഴ്ചയാണ് തുടക്കമായത്. തിങ്കൾ വരെയുള്ള ദിവസങ്ങളിലാണ് ഏകാദശി മഹോത്സവം നടത്തുന്നത്. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9:30 കൊടിക്കൂറ വരവേൽപ്പ്, തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ എന്നിവ ഉണ്ടായി. ബ്രഹ്മശ്രീ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KB സുകുമാരന്റെ വസതിയിൽ നിന്നാണ് കൊടിമരം മുറിച്ച് പൂത്താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചത്. ചടങ്ങുകൾ 20-ാം തീയതി തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാനത്തെ +1 ഏകജാലക പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് തുടക്കമായി. വ്യാഴാഴ്ച മുതൽ മെയ് 25 ശനിയാഴ്ച വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ടസും HSCAP പ്രവേശന പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും നടത്തും. മുഖ്യ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് ജൂൺ 19-നാണ്. ജൂൺ 24-ന് +1 ക്ലാസുകൾ തുടങ്ങും. ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ജൂലൈ 2 മുതൽ 31 വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഒരു അപേക്ഷ മതിയാകും. 10ാം ക്ലാസ് മാർക്കും വെയിറ്റേജ് ഗ്രേഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് തയ്യാറാക്കുന്ന റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ആദ്യ അലോട്ട്മെന്റിൽ ഇഷ്ട സ്കൂളും കോമ്പിനേഷനും ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചവർ നിശ്ചിത സമയത്തിനകം ചേരാതിരുന്നാൽ പ്രവേശനം നഷ്ടപ്പെടുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനും മെയ് 16 മുതൽ 25 വരെ ഓൺലൈനായി www.vhse.kerala.gov.in, www.admission.dge.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ മുഖേന അപേക്ഷിക്കാവുന്നതാണ്. CCTV ന്യൂസ്, കേച്ചേരി.
+2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച കേച്ചേരി സ്വദേശി കെസ്ന റിസ് ജോണിയെ ചൂണ്ടൽ പഞ്ചായത്ത് അനുമോദിച്ചു. കേച്ചേരി പെരുമണ്ണിലെ കെസ്നയുടെ വസതിയിലെത്തിയാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ മൊമന്റോ നൽകി അനുമോദിച്ചത്. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗങ്ങളായ ടി പി പ്രജീഷ്, NS ജിഷ്ണു എന്നിവർ ചേർന്നാണ് കെസ്ന റിയ ജോണിയെ അനുമോദിച്ചത്. വയറെറിഞ്ഞു നിൽക്കുന്നവർക്ക് പൊതിച്ചോറിന്റെ രൂപത്തിൽ ഡിവൈഎഫ്ഐ സ്നേഹം വിളമ്പാൻ തുടങ്ങിയിട്ട് 7 വർഷം പിന്നിടുന്നു. ഹൃദയപൂർവ്വം വയറെറിയുന്നവരുടെ മെഴി നിറയാതിരിക്കാൻ എന്ന പദ്ധതിയുടെ 7ാം വാർഷികം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആചരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഹൃദയപൂർവ്വം എന്ന പൊതിച്ചോറ് വിതരണ പദ്ധതി. വയറെറിയുന്നവരുടെ മെഴി നിറയാതിരിക്കാൻ. അതിനു മുൻപ് ഒരു ചെറിയ സ്ഥലത്ത് തുടങ്ങിയതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ 7 വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ആദ്യത്തെ ചെറിയ ചുവട് 7 വർഷം പൂർത്തിയാക്കുമ്പോൾ എത്തി നിൽക്കുന്നത് 1,12,00,000 എന്ന വലിയ ദൂരത്തിലാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാഘോഷം സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ്, CPM തൃശൂർ ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, CPM പുഴക്കൽ ഏരിയ സെക്രട്ടറി സുഭാഷ് മാസ്റ്റർ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, സുകന്യ ബൈജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വളണ്ടിയർ PN സന്തോഷിനെ എ റഹീം MP ഉപഹാരം നൽകി ആദരിച്ചു. പദ്ധതിയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് വിൽവട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണവും മധുരപായസ വിതരണവും നടത്തി. ജില്ലാ സെക്രട്ടറി PV ശരത് പ്രസാദ് സ്വാഗതവും ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ നന്ദിയും പറഞ്ഞു. ഇതുവരെ 1 കോടിയോളം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ വീടുകളിൽ നിന്ന് ശേഖരിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ കഴിഞ്ഞ 7 വർഷമായി മുടങ്ങാത്ത കാഴ്ചയുമാണ് പൊതിച്ചോറ് വിതരണം. ദിവസവും 500 പൊതിച്ചോർ എന്ന രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് വളർന്ന് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്നത്. ഓരോ മേഖലാ കമ്മിറ്റികൾ തിരിഞ്ഞാണ് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ഇതിനു പുറമെ രക്തദാനവും നടത്തിവരുന്നുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വീടുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഇലയിൽ പൊതിഞ്ഞ ഭക്ഷണം ആശുപത്രിയിൽ കാത്തുനിൽക്കുന്നവർക്കായി നൽകുന്ന ഈ സംരംഭം വ്യാപകമായ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. CCTV ന്യൂസ്, വേലൂർ. പാതയോരത്തെ ആൽമരത്തിന്റെ ഇലകളെല്ലാം മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന അപൂർവ കാഴ്ച യാത്രക്കാർക്ക് കൗതുകമാകുന്നു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചിയാനൂരിലാണ് ഈ കൗതുക കാഴ്ച. വേനൽ ചൂടിന്റെ കാഠിന്യമാണ് ഇലകൾ പഴുത്ത് ഉണങ്ങുന്നതിന് കാരണമായി പഴമക്കാർ പറയുന്നത്. ക്ഷേത്ര പരിസരങ്ങൾ മാത്രം കണ്ടുവരാറുള്ള അതിനാലാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് നട്ടുവളർത്തിയത്. വേനലിനെ അതിജീവിച്ച് തൊട്ടടുത്ത് തന്നെ ഹരിതാപമായി നിൽക്കുന്ന ആൽമരമാണ് മഞ്ഞ നിറമാർന്ന ആലിനെ കൗതുകം കൂട്ടുന്നത്. ഉപയോഗശൂന്യമായി കിടക്കുന്ന കരിങ്കൽ ക്വാറികളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം രൂക്ഷമായ ജലക്ഷാമവും വരൾച്ചയും നേരിടുന്ന പ്രദേശങ്ങളിൽ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് വിദഗ്ധർ. കരിങ്കൽ ക്വാറികൾ ധാരാളമുള്ള വേലൂർ, കടങ്ങോട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പ്രവർത്തനം നിർത്തി ഉപേക്ഷിച്ചുപോയ നിരവധി കരിങ്കൽ ക്വാറികളുണ്ട്. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വർഷക്കാലത്ത് വെള്ളം നിറഞ്ഞും കൊടുംവേനലിലും വറ്റാതെ കിടക്കുന്ന ഇത്തരം ക്വാറികൾ ജലസംഭരണികളാണ്. ഈ പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലായി 4 മുതൽ 9 ഏക്കർ വരെ വിസ്തൃതിയുള്ളതും 80 മുതൽ 150 അടി വരെ താഴ്ചയുള്ളതുമായ ക്വാറികളുണ്ട്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവയിൽ കെട്ടിക്കിടക്കുന്നത്. ഉടമകൾ തിരിഞ്ഞു നോക്കാത്ത ക്വാറികളാണ് ഇതിൽ പലതും. കരിങ്കൽ ക്വാറികളിൽ നിന്ന് ശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് റോഡരികിലെ ചാലുകൾ വഴിയോ പൈപ്പുകൾ വഴിയോ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാകും. പഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ മുന്നോട്ട് വരണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കുഴൽക്കിണറുകൾ നിറയുകയും ഭൂഗർഭ ജലവിധാനം താഴ്ന്നു പോകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്വാറികളിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയുള്ള ജലവിതരണ പദ്ധതികൾക്ക് പ്രസക്തിയേറെയാണ്. വേലൂർ പഞ്ചായത്തിൽ 1 പതിറ്റാണ്ട് മുൻപ് അന്നത്തെ ഭരണസമിതി ഇത്തരം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് മുടങ്ങിപ്പോകുകയായിരുന്നു. CCTV ന്യൂസ്, വേലൂർ. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ സഹോദരങ്ങളെ CPM തങ്ങൾപ്പടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അണ്ടത്തോട് തങ്ങൾപ്പടി തട്ടകത്ത് മുകുന്ദന്റെയും ബിജിയുടെയും മക്കളായ അഭിഷേക് മുകുന്ദൻ, അക്ഷയ് മുകുന്ദൻ എന്നിവരെയാണ് അനുമോദിച്ചത്. +2 പരീക്ഷയിൽ അഭിഷേകും SSLC പരീക്ഷയിൽ അക്ഷയുമാണ് എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയത്. ഇവരുടെ വീട്ടിൽ നടത്തിയ ചടങ്ങിൽ
പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഇരുവരെയും പൊന്നാട ചാർത്തി ഉപഹാരം സമ്മാനിച്ചു. CPM പ്രാദേശിക നേതാക്കളായ പുന്നിയൂർക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ദനീബ്, ചന്ദ്രൻ തട്ടകത്ത്, വാസു മൂക്കത്തയിൽ, അൻസാർ അബു, ഷാജി റഹീം, ഷിനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂരിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച ബഹുനില ഡോർമെട്രി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വം അനാസ്ഥ കാണിക്കുന്നത്. സുബൈർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദിനംപ്രതി ആയിരങ്ങൾ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലോ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരപ്പ ഭക്തനായ മുംബൈ വ്യവസായി സുന്ദര അയ്യർ 5 കോടിയോളം രൂപ ചെലവിട്ട് തെക്കേനടയിൽ ഡോർമിറ്ററി ശുചിമുറി മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, വിശ്രമിക്കാനുള്ള ഇടം, ഭക്തരുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ ലോക്കറുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് മന്ദിരത്തിലുള്ളത്. ലിഫ്റ്റ് സൗകര്യത്തോടെ 3 നിലകളിലായി പണിതിട്ടുള്ള മന്ദിരം കഴിഞ്ഞ ഏപ്രിൽ 5-ന് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏപ്രിൽ 5-ന് സുന്ദര അയ്യരും കുടുംബവും മന്ദിരത്തിന്റെ താക്കോൽ ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടിയ മന്ദിരം 3 മാസത്തോളമായിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയിട്ടില്ല. സൗകര്യങ്ങൾ പൂർത്തിയാകാത്തതാണ് മന്ദിരം തുറന്നു നൽകാൻ വൈകുന്നത് എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ നടത്തിപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് മന്ദിരം തുറന്നു നൽകാൻ കാലതാമസമെന്നാണ് ഭക്തരുടെ ആരോപണം. അവധിക്കാലവും വൈശാഖമാസവുമായതിനാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മന്ദിരം തുറന്നു നൽകിയാൽ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. അനാസ്ഥ കൈവിടിഞ്ഞ് മന്ദിരം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. CCTV ന്യൂസ്, ഗുരുവായൂർ. മന്ദലാകുന്ന് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പഠന വൈകല്യ നിവാരണത്തിനായി ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. വടക്കേക്കാട് സ്കൂളിൽ നെസ്റ്റ് ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ സഹകരണത്തോടുകൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തിയത്. പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ 12 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നേരിട്ട് അഭിമുഖത്തിലൂടെയും മറ്റ് സങ്കേതങ്ങൾ ഉപയോഗിച്ചും വിലയിരുത്തി അവരുടെ വ്യക്തിഗത റിപ്പോർട്ട് തയ്യാറാക്കി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ V. സമീർ ഉദ്ഘാടനം ചെയ്തു. PTA കമ്മിറ്റി പ്രസിഡന്റ് റാഫി മാലിക്കുളം അധ്യക്ഷനായി. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, ഡോക്ടർ അനീസ് മാസ്റ്റർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂരിൽ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡിൽ മെറ്റൽ കൊണ്ടുവന്നിട്ടതിനു ശേഷം പണി പൂർത്തിയാക്കാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. മെറ്റൽ റോഡിൽ പരന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവാവുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കടവല്ലൂർ വടക്കുമുറി റോഡിലാണ് റോഡിന്റെ ഒരു വശം നിറയെ മെറ്റൽ നിരത്തി കരാറുകാരൻ സ്ഥലം വിട്ടത്. മഴ പെയ്തതോടെ മെറ്റൽ റോഡിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. മഴ ശക്തമാകും മുൻപ് റോഡിന്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് അപകട ഭീഷണി ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. മറ്റം ഫൊറോന മാതൃവേദിയുടെ വാർഷികാഘോഷം നടന്നു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പാരിഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷം മാതൃവേദി അതിരൂപത ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൂനമുച്ചി ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ അധ്യക്ഷനായി. മാതൃവേദി മറ്റം ഫൊറോന സെക്രട്ടറി മിജി ലോറൻസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷാജി ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തൃശൂർ അതിരൂപത മാധ്യമ പുരസ്കാര ജേതാവ് PI ലാസർ മാസ്റ്റർ മുഖ്യാതിഥിയായി. മാതൃവേദി അതിരൂപത പ്രസിഡന്റ് LC വിൻസെന്റ്, ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷി, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ആനിമേറ്റർ സിസ്റ്റർ മെറീന മുണ്ടാടൻ, ഇടവക ട്രസ്റ്റി TA റെനീഷ്, മാതൃവേദി ഫൊറോന പ്രസിഡന്റ് കാതറിൻ ആൻഡോ, കൂനമുച്ചി ഇടവക പ്രസിഡന്റ് ലിംസി പോൾസൺ എന്നിവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവരെയും മറ്റം ഫൊറോന പരിധിയിലെ ഇടവകകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാതൃവേദി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ്, കേച്ചേരി. SSLC+2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ CPMന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് SSLC+2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചത്. ആദർ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി TC ശ്രീജിത്ത് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ്, എളവള്ളി പഞ്ചായത്ത് അംഗം ശ്രീബിത ഷാജി, VK മോഹനൻ, ആഷ്മി ഷാജു, TP സന്ദീപ്, റോസക്കുട്ടി ടീച്ചർ, സേതു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 14ാമത് CT ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു.
കുമ്പളങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച യുവജന റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ AM റഹീം MP-യും സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA-യും പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് കുമ്പളങ്ങാട് സെന്ററിൽ ചേർന്ന അനുസ്മരണ പൊതുയോഗം DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AM റഹീം MP ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാളിതുവരെ UDF കേരളം ഭരിക്കുമ്പോൾ ഒരണ പൈസ വർദ്ധിപ്പിക്കാതിരുന്നതും ഈ സിദ്ധാന്തം മനസ്സിൽ പേറുന്നത് കൊണ്ടാണ്. ഈ രാഷ്ട്രീയവും ഈ സാമ്പത്തിക ശാസ്ത്രവും മനസ്സിൽ പേറുന്നത് കൊണ്ടാണ്. എക്കണോമിക് എന്ന് പറഞ്ഞ് പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടിയിരുന്ന ഒരു കാലുണ്ട്. അവർ അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന പള്ളിക്കൂടങ്ങൾ ഞങ്ങൾ ഹൈടെക്കാക്കി. ആ ഹൈടെക്കാക്കിയ പള്ളിക്കൂടങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെ ഈ പള്ളിക്കൂടങ്ങളിലേക്ക് പറഞ്ഞയച്ചു. എന്താ അതിന്റെ ഗുണം? രണ്ടാണ്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷനായി. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് RS ശ്രീലാൽ, സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA PN സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിൽ DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക, CPIM ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S വസന്തലാൽ, TR രജിത്, NK പ്രമോദ് കുമാർ, MJ ബിനോയ്, മിനി അരവിന്ദൻ, DYFI ബ്ലോക്ക് സഹഭാരവാഹികളായ മിഥുൻ സജീവ്, NN സുകന്യ, മഹേഷ് M മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് വേലൂർ. കുന്നംകുളം പ്രൊഫിൻസ് CMI റെസിഡൻഷ്യൽ ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ +2 പരീക്ഷാ വിജയികൾക്ക് അനുമോദന സദസ്സും വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് പാവർട്ടി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിജയികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നിധി റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ICMAI സദേൺ റീജിയൻ കൗൺസിൽ മെമ്പർ പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. NG അനൂപ് +2വിന് ശേഷം ഇനി എന്ത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ER ലിജേഷ്, ജെയ്സൺ തോമസ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പുന്നൂർക്കുളം ചമ്മന്നൂർ സ്റ്റുഡൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ജമാൽ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് മെയ് 18 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് വോളിബോൾ ടൂർണമെന്റ് നടക്കുക. PMM സ്പോർട്സ് ക്ലബിനു വേണ്ടി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ടീമും യൂത്ത് വിംഗ് ആറ്റുപുറം ക്ലബിനു വേണ്ടി SNGC ചേലന്നൂരും യുവപ്രതിഭ കോക്കൂരിനു വേണ്ടി കേരള യൂണിവേഴ്സിറ്റി സ്റ്റാർസ് ടീമും പ്രിന്ററി കുന്നംകുളത്തിനു വേണ്ടി SH കോളേജ് തേവരയും കളിക്കളത്തിലിറങ്ങും. കൂടാതെ തിരൂർ PFA മാസ്റ്റേഴ്സ് പൊയിലിശ്ശേരിയും ലീഡേഴ്സ് സ്റ്റുഡൻസ് ക്ലബ്ബും തമ്മിൽ സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് കാലിക്കറ്റ് ഹീറോസ് കോച്ചും മുൻ ഇന്ത്യൻ പ്ലെയറുമായ കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ വിശിഷ്ടാതിഥിയാകും. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, അമൽ ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ AK അലി, പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ, IP അബ്ദുൾ റസാഖ്, A മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് വേദിയിൽ മുൻകാല വോളിബോൾ കളിക്കാരായ AY കുഞ്ഞുമൊയ്തു, അഡ്വക്കേറ്റ് ഖാലിദ് അറക്കൽ, CK യൂസഫ്, K കുഞ്ഞുമുഹമ്മദ്, K ബദർ തുടങ്ങിയവരെ ആദരിക്കും. ഭാരവാഹികളായ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ അറക്കൽ, കൺവീനർ PM സൈനുദ്ദീൻ, കോർഡിനേറ്റർ K മജീദ്, ട്രഷറർ വാപ്പു വലിയകത്ത്, സ്റ്റുഡൻസ് ക്ലബ് പ്രസിഡന്റ് ജമാൽ വലിയകത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നൂർക്കുളം. അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് ഒരുക്കുന്ന സദ്വാർത്ത മഹോത്സവം വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ പഴഞ്ഞി പട്ടിത്തടം ഗിൽഗാൽ സഭാഹാളിന് സമീപത്തെ ഗ്രൗണ്ടിൽ നടക്കും. ദിവസവും വൈകിട്ട് 6:30 പൊതുയോഗം ആരംഭിക്കും. പാസ്റ്റർമാരായ അനീഷ് തോമസ്, സാം ടി മുഖത്തല, ജോൺ സാമുവൽ എന്നിവർ സംസാരിക്കും. ACG ചർച്ച് കൊയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ റോസ് ജയ്മോഹൻ പ്രസംഗിക്കും. ഞായറാഴ്ച രാവിലെ 9:30 നിയുക്ത സഭായോഗം, 3 മണിക്ക് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ യുവജന വിദ്യാർത്ഥി സംഗമവും നടക്കും. 75 വയസ്സ് പൂർത്തിയാക്കിയവരെ സമ്മേളനത്തിൽ ആദരിക്കും. SSLC +2 ഉന്നത വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. യൂത്ത് വിംഗ് മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ നൽകും. സമസ്ത കേരള ജമുയത്തുൽ മുവല്ലമിൻ അണ്ടത്തോട് റേഞ്ച് വാർഷിക യോഗവും PT ഉസ്താദ് അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. അണ്ടത്തോട് തഖ്വ യത്തീംഖാനയിൽ നടന്ന ചടങ്ങ് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ അബ്ദുസലാം ബാഖവി ഉദ്ഘാടനം ചെയ്തു. എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയുടെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ പ്രത്യേകം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷയുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധം അതിന്റെ ആയത്. കാരണം അവർ മാതൃകയാവേണ്ടവരാണ്, അവർ മാതൃകയാവേണ്ടവരാണ്.
ആ മാതൃകയാവണം എന്ന് താക്കീത് ചെയ്യുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയുന്നുണ്ട്. PT കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഉദാത്ത മാതൃകയാണെന്നും 40 വർഷത്തിലധികം തൊഴിയൂർ മഹലിൽ ജോലി ചെയ്ത് ഉസ്താദിന്റെ നിഴലായി നിന്ന് സേവനം ചെയ്ത് ഗുരുശിഷ്യബന്ധം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത മുഫത്തിഷ് അബ്ദുൾ റസാഖ് ഫൈസി തിരൂർ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഇല്യാസ് ഫൈസി PT ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. റേഞ്ച് വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൗലവി, അണ്ടത്തോട് മഹൽ പ്രസിഡന്റ് VK മുഹമ്മദ് ഹാജി, സെക്രട്ടറി V മായിൻകുട്ടി ഹാജി, ഹംസ അംബാല, തഖ്വ സെക്രട്ടറി MA റഷീദ്, സമസ്ത മുദരിസ് ഹാരിസ് ഫൈസി, മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി CB റഷീദ് മൗലവി എന്നിവർ സംസാരിച്ചു. മാതൃകാ സദറായി തെരഞ്ഞെടുത്ത അബ്ദുൽ കരീം ലത്തീഫി, റേഞ്ചിൽ ഏറ്റവും കൂടുതൽ സുപ്രഭാതം പത്രം ചേർത്ത റഷീദ് മൗലവി എന്നിവരെ അബ്ദുസലാം ബാഗവി ആദരിച്ചു. സ്വാലിഹ് ഫൈസി സ്വാഗതവും അഷ്ഫാഖ് ഫൈസി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പൊന്നിയൂർകുളം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ അയ്നൂർ കണ്ണംകുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ അയ്നൂർ കണ്ണംകുളത്തിൽ ചെളി നിറഞ്ഞ നിലയിലാണ്. കുളത്തിന്റെ കൽപ്പടവുകൾ പലതും തകർന്ന സ്ഥിതിയാണ്. കുളം നവീകരിച്ച് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നിവേദനം നൽകിയിരുന്നു. പഞ്ചായത്ത് അധികൃതർ മുൻപ് സ്ഥലം സന്ദർശിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കുളത്തിന് സമീപം കുഴൽ കിണർ കുത്താനായി ഈ ഭാഗത്തെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം പൊളിച്ചിരുന്നു. വെള്ളം കിട്ടാത്തതിനാൽ കുഴൽ കിണർ ഉപേക്ഷിച്ചെങ്കിലും പൊളിഞ്ഞ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചില്ല. കുളം നവീകരിക്കുകയും ചുറ്റുമതിൽ പുനർനിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സ്റ്റുഡൻസ് മാർക്കറ്റ് സഹകരണ വിപണിക്ക് തുടക്കമായി. വിലക്കയറ്റം തടയാനാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുന്നത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനോപകരണങ്ങളുടെ അമിത വിലക്കയറ്റം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും പഠന ചെലവ് ലഘൂകരിക്കുന്നതിനുമായി സ്റ്റുഡൻസ് മാർക്കറ്റ് സഹകരണ വിപണിക്ക് തുടക്കമായി. കൺസ്യൂമർ ഫെഡിന്റെയും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്താകമാനം 300-ലേറെ സഹകരണ വിപണികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കൂനമ്മൂച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ സജ്ജമാക്കിയ സ്റ്റുഡൻസ് മാർക്കറ്റിൽ വിവിധ കമ്പനികളുടെ സ്കൂൾ ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട് എന്നിവയും നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ തുടങ്ങിയ അനുബന്ധ പഠന സാമഗ്രികളും മിതമായ വിലയ്ക്ക് വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുവിപണിയിൽ കച്ചവടക്കാർ അമിത വില ഈടാക്കി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെയാണ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡും പ്രാഥമിക സഹകരണ സംഘങ്ങളും മുഖേന സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്താകെ 300 സഹകരണ സംഘങ്ങളിലും 100 കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകളിലുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റ് സജ്ജമാക്കിയിട്ടുള്ളത്. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം കാർത്തുള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളമെഴുത്ത് പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നാഗക്കളം നടന്നു. നെല്ലുവായ് കൃഷ്ണദാസ് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഷാനി K കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രമേശ് KK, സെക്രട്ടറി സന്തോഷ് KV, ജോയിന്റ് സെക്രട്ടറി സുകുമാരൻ KG, ട്രഷറർ ദിതീഷ് KS, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞിയിലെ പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയായ പഴഞ്ഞി ഗ്രൗണ്ട് വാക്കിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു. പഴഞ്ഞി ഗ്രൗണ്ടിനടുത്ത് തന്നെയുള്ള ക്രസന്റ് കോളേജിൽ ചേർന്ന കുടുംബ സംഗമം പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ സുജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാക്കിംഗ് കമ്മിറ്റി അംഗവും ജീവകാരുണ്യ പ്രവർത്തകനും മലായ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. വാക്കിംഗ് ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളായ മുഹമ്മദ് കുട്ടി കോട്ടോൽ, ചന്ദ്രൻ ഐനൂർ, മലായ അബൂബക്കർ ഹാജി, സുബ്രഹ്മണ്യൻ ഐനൂർ, ജെയിംസ് ഐനൂർ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മലായ ഗോൾഡിന്റെ നേതൃത്വത്തിൽ തേക്ക് തൈ വിതരണവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യവാന് ഗോൾഡ് കോയിൻ വിതരണവും നടന്നു. ഷാബു പോർക്കുളം സ്വാഗതവും സെൽവൻ നന്ദിയും പറഞ്ഞു. ഗാനമേളയും കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. മേഖലയിൽ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഈ കൂട്ടായ്മ പഴഞ്ഞി ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായും സ്കൂളിന്റെ വിവിധങ്ങളായ വികസനങ്ങൾക്കായും നിരവധി പ്രവർത്തികൾ കാഴ്ചവെച്ച് മാതൃക തീർത്തിരുന്നു. CCTV ന്യൂസ് പെരുമ്പലാവ്. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CI2വിന്റെ നേതൃത്വത്തിൽ
SSLC +2 പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താമരപ്പള്ളി നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കളായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് വിദ്യാർത്ഥികൾക്ക് മൊമന്റോ സമ്മാനിച്ചു. യൂണിറ്റ് സെക്രട്ടറി MG പ്രശാന്ത്, എളവള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ചിറ്റാടുകര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ PK അഖിൽ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബൈജു എന്നിവർ സംബന്ധിച്ചു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി മണത്തല മഹല്ല് കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. മണത്തല ജുമാത്ത് കമ്മിറ്റി മദ്രസ ഹാളിൽ നടന്ന ക്ലാസ് CIGI സീനിയർ കൗൺസിലർ റാഫി പൊന്നാനി നയിച്ചു. മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ, സെക്രട്ടറി KV ഷാനവാസ്, ഭാരവാഹികളായ TV അലിഹാജി, KC നിഷാദ്, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മേഴത്തൂർ സ്വദേശിയായ യുവാവിനെ കൂറ്റനാട് ആമക്കാവിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേഴത്തൂർ തൈക്കാട്ട് വളപ്പിൽ വീട്ടിൽ ജയൻ അമൃത ദമ്പതികളുടെ മകൻ 30 വയസ്സുള്ള ഷിബിലിനെയാണ് വീട്ടിലെ ഹാളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാട്ടിൽ ബൈക്ക് മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. മുബീന ഭാര്യയാണ്. അതുൽ കൃഷ്ണ മകനാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6765 രൂപ, സ്വർണം പവന് 54,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 92 രൂപ. ചർമ്മം ചിറ്റിലപ്പള്ളി പണിക്കപ്പറമ്പിൽ ദിവാകരൻ ഭാര്യ ഇന്ദിര നിര്യാതയായി. 63 വയസ്സായിരുന്നു. സംസ്കാരം മടാട്ട് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്നു. ദിവ്യ, ദീപ എന്നിവർ മക്കളാണ്. ചൊവ്വലൂർ വാര്യത്ത് പരേതയായ ലക്ഷ്മിക്കുട്ടി വാരസ്യാരുടെയും പരേതനായ വടക്കേപ്പാട്ട് വാര്യത്ത് രാമവാര്യരുടെയും മകൻ ബാലകൃഷ്ണ വാര്യർ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കക്കടവത്ത് വാര്യത്ത് സുശീലയാണ് ഭാര്യ. സുനിത മകളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച അപകടം. 17 പേർക്ക് പരിക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമരത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച പുനരാരംഭിച്ചത്. 15 വയസ്സുകാരെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ ദേവസി മകൻ അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് അന്യാസ്ഥയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന ആരോപണം. SFI പ്രവർത്തകർ കുന്നംകുളം MJD സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.in. നമസ്കാരം.